മാറ്റ് പ്ലസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ പോലെ അജുണ്ട്, അരുണുണ്ട്, ഞാനുണ്ട്, അരവിന്ദ്. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ HTTP സെർവറിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഈ എപ്പിസോഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കാം എന്ന്. അപ്പം അതാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക. നമ്മുടെ ഡിസൈൻ ഓഫ് HTTP എന്ന് പറഞ്ഞൊരു എപ്പിസോഡുണ്ട്, അത് പോയി കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇച്ചിലൂടെ ഒരു കോണ്ടെക്സ്റ്റ്. അപ്പം നമുക്ക് തുടങ്ങാം. നമ്മൾ ബേസിക്കലി ഇന്ന് ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോ എന്ന് പറയുന്ന ലാംഗ്വേജിൽ ഒരു HTTP സെർവർ മേ ബി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വെച്ചിട്ടാണ്. നമ്മൾ ഏത് ലാംഗ്വേജും നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിവിടെ ഇവർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഫെമിലിയാരിറ്റി ഗോ ആണ്, അപ്പം ഗോ വെച്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കേഴ്സറാണ്. പിന്നെ കുറച്ച് നമ്മൾ ബൈ ഹാൻഡ് മൊത്തം ഒന്നും കോഡ് ചെയ്യുന്നില്ല, കുറച്ച് പ്രോംപ്റ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു അതൊരു ഗുഡ് ലേണിംഗ് ആയിരിക്കും. ഇപ്പൊ എല്ലാവരും വൈബ് കോഡിങ് എന്നുള്ള രീതിയിൽ വന്നോണ്ട് സോ നമ്മള് അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഓഡിയൻസിനും ഹൗ വി പ്രോംപ്റ്റ് ആ ഒരു കാര്യം നമുക്ക് ഇച്ചിരൂടെ അറിയാൻ പറ്റും. ലൈക്ക് ഹൗ ഡു വി പ്രോംപ്റ്റിംഗ് ഗൈഡ് എന്നല്ല, പക്ഷേ അത് ശരിയാണ്, എക്സാമ്പിൾ. അപ്പൊ നമുക്ക് അപ്പൊ ആദ്യമേ എന്തുവാ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മറ്റേ TCP കണക്ഷൻ അല്ലേ. ഇപ്പം നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. എനിക്കൊരു main.go എന്ന് പറഞ്ഞ ഫയലുണ്ട്, empty ആണ്, ജസ്റ്റ് അത് ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഞാനിപ്പോൾ കേഴ്സറിൽ ഒരു പുതിയ ചാറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഞാൻ പറയാൻ പോവാണ്, ഇൻ ദിസ് ഫയൽ ക്രിയേറ്റ് എ ന്യൂ program which listens on port 5000 and opens a TCP socket. Okay, ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് എന്തും അത് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം കർസർ എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും ഫെമിലിയർ അതാണെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് കോഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തുവാ ജനറേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അത് എനിക്ക് തോന്നുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അത് നമ്മൾ അന്ന് പറയുകയും ചെയ്തല്ലേ, കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക്കലി നമ്മൾ ഇനി ആ കോഡിനെ ഒന്ന് റിവ്യൂ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ലൈനിൽ നമ്മൾ അഡ്രസ്സ് ഡിഫൈൻ ചെയ്തു. ഇത് മീൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കറണ്ട് എല്ലാ ഇന്റർഫേസസിലും 5000 എന്നുള്ള പോർട്ടിൽ ലിസൺ ചെയ്യുക. എൻ്റെ ഒരു net.listen ഓൺ TCP ഒരു TCP ലിസണർ നമ്മൾ ആ അഡ്രസ്സിൽ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ അതെ, ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് നെറ്റ്. ഇനി നമ്മൾ തിരിച്ച് നമ്മൾ ആ സെയിം സ്ഥലത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിഫർ സ്റ്റേറ്റ്മെന്റ് കാണാം. ഡിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലിസ്റ്റർ.ക്ലോസ് ചെയ്യും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ആ ലിസ്റ്ററിനെ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ ആ റിസോഴ്സ് തിരിച്ചു കൊടുക്കുക. ഇത് നമ്മളിത് ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ആ പെർട്ടിക്കുലർ പോർട്ട് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യും, നമ്മളിത് തിരിച്ചു കൊടുക്കുന്നു ഇവിടെ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഡീബഗിങ്ങിന് വേണ്ടി TCP server listening on so and so port waiting for connections. ഇനി നമ്മൾ ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നെവർ എൻഡിങ് ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ പെർട്ടിക്കുലർ ലിസ്റ്റനിൽ ക്ലയൻസ് കണക്ട് ചെയ്യുമ്പം അത് ഓരോ കണക്ഷനും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ്. അപ്പം ഒരു ക്ലയൻറ്റ് വന്ന് കണക്ട് ചെയ്തു, നമ്മൾ ആ കണക്ഷൻ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഫോർ ഈച്ച് കണക്ഷൻ നമ്മളൊരു ഗോ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്താ ഗോ റുട്ടീൻ? ഗോ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് ഫോർ സിംപ്ലിസിറ്റി തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ത്രെഡ്, റൈറ്റ്. സോ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യും. അത് എന്നിട്ട്
അതിന് എന്താണോ ടാസ്ക് കൊടുത്തിരിക്കുന്നത് അത് ഫുൾഫിൽ ചെയ്യും. സോ ഹിയർ നമ്മൾ എന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗോ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്തു. ഹാൻഡിൽ കണക്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് നമ്മൾ ആ ഗോ റൂട്ടീന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഗോ റൂട്ടീൻ റൺ ചെയ്യുന്ന പറ്റി ബേസിക്കലി ആ ഫംഗ്ഷനാണ്. അപ്പം ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പക്ഷെ ബേസിക്കലി നടക്കുന്നത് വെച്ചാൽ ഈ കണക്ഷൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഈ ഫംഗ്ഷനിലോട്ട് നമ്മൾ പാസ് ചെയ്തിട്ട് അതിനെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഗോ മീൻ ചെയ്യുന്നത്. ബേസിക്കലി ദിസ് ഈസ് അസിൻക്രണസ്. ഈ കണക്ഷൻ സോ നമുക്ക് എക്സിക്യൂഷൻ ഫ്ലോ ഒന്ന് നോക്കാം. നമ്മൾ ഈ ഫോർ ലൂപ്പിൽ വന്നു, ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തു, പിന്നെ നെക്സ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ സ്റ്റേറ്റ്മെന്റിന്റെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മളൊരു ഗോ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പം തന്നെ കൺട്രോൾ ഈ ഫോർ ലൂപ്പിൽ തിരിച്ചു വരും. എന്നുവെച്ചാൽ ഇവിടെ ലൈൻ ഉണ്ടെന്ന് വെച്ചാൽ പ്രോഗ്രാം പോയിന്റർ ബേസിക്കലി ഇവിടെ വരും. ഇവിടെ വന്ന് നെക്സ്റ്റ് പിന്നെ അടുത്ത ലൂപ്പ് അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇത് നോക്കാൻ പറ്റും. ഇത് എന്ന് പറഞ്ഞാൽ നോൺ ബ്ലോക്കിംഗ് ആണ്. Basically, this statement will not block this next line of execution. ഈ listener.accept പക്ഷേ ബ്ലോക്കിംഗ് അല്ലേ? പുതിയ കണക്ഷൻ വരുന്ന വരെ അത് ബ്ലോക്ക് ചെയ്യണം. accept ചെയ്യുന്നത് ബ്ലോക്കിംഗ് ആണ്. ഇത് ബ്ലോക്കിംഗ് ആണ്, ഇത് നോൺ ബ്ലോക്കിംഗ് ആണ്. ഓക്കെ, മനസ്സിലായി. സോ ബേസിക്കലി ഈ ഫോർ ലൂപ്പ് മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കണക്ഷനും വരുന്നത് അക്സെപ്റ്റ് ചെയ്യും. ആ കണക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു ഫംഗ്ഷനിലോട്ട് നമ്മൾ പാസ് ചെയ്യുക. ഈ കണക്ഷൻ ഈ ഒബ്ജക്റ്റ് ഈ ഇവിടുന്നാണ് ഇതിന്റെ റിട്ടേൺ ആണ് ഇതിന്റെ റിട്ടേൺ അതിന്റെ സ്പെക് ഉണ്ട്. അത് നമ്മൾ ഇത് ഈ ആക്സെപ്റ്റ് എന്തൊക്കെയാണ് റിട്ടേൺ ചെയ്യുന്നത്? ആക്സെപ്റ്റ് റിട്ടേൺ എനിക്ക് തോന്നുന്നു നമ്മൾ എക്സ്റ്റൻഷൻ ഗോ എക്സ്റ്റൻഷൻ ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഗോ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഡെഫിനിഷനിലോട്ടൊക്കെ പോകാൻ പറ്റും. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് സ്ലോ അല്ലേ? കറക്റ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നില്ല അത് നമുക്കത് ഇത് ഒന്ന് ഇൻസ്റ്റാൾ ആയി. എനിക്കൊന്ന് കുറച്ച് ടൂൾസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. സോ ഇൻസ്റ്റാളിങ് 2 tools. സോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം അങ്ങോട്ട്. നമുക്കിനിയും ക്വിക്ക്ലി നമുക്ക് ഹാൻഡിൽ കണക്ഷൻ എന്തോ ചെയ്യുന്നത് നോക്കാം. സോ നമ്മൾ ഹാൻഡിൽ കണക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ബഗ്ഗല്ലേ? അത് നമ്മൾ നേരത്തെ എന്താ ക്ലോസ് ചെയ്യുന്നത്? ഏതാ നമ്മൾ നേരത്തെ ഒരു ഡിഫർ ഫംഗ്ഷൻ കണ്ടില്ലായിരുന്നു? അത് ആക്ച്വലി ലിസ്ണറിനെ ക്ലോസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കണക്ഷനെ ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഇത് ബേസിക്കലി ഫസ്റ്റ് ലൈനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കണക്ഷൻ ക്ലീനപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ഡീബഗിങ്ങിന് വേണ്ടി ഇതുപോലെ ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ബേസിക്കലി പ്രിന്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ ഒരു കണക്ഷൻ ഉണ്ടല്ലോ നമുക്ക് TCP കണക്ഷൻ, അതിനകത്ത് ബേസിക്കലി ബൈറ്റ്സ് വേണം, ബൈറ്റ്സ്. അപ്പം ആ ബൈറ്റ്സ് നമ്മൾ ഇനി റീഡ് ചെയ്യാൻ പോവാം ബേസിക്കലി ഇവിടെ. അതിനാണ് നമ്മൾ ഈ സ്കാനർ ഡിഫൈൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കാൻ ചെയ്യുന്നു ഓരോ എന്തൊക്കെ വരുന്നു. സോ ദെൻ നമ്മൾ ഓക്കെ ഇവിടെ വന്നു റെസ്പോൺസ് എന്തുവാന്നുള്ളത് ബേസിക്കലി ഒരു എക്കോ സെർവറാണ് ഇത് ജനറേറ്റ് ചെയ്തത്. എന്താണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് അത് തിരിച്ചു കിട്ടും. നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് സെർവർ. ഓക്കെ, ബൈൻഡ് അഡ്രസ് ഓൾറെഡി ഇൻ യൂസ്. നമുക്ക് വേറൊരു പോർട്ട് ആക്കാം. മേ ബി നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് നോക്കാം അത് കറക്റ്റായിട്ട് ചെയ്യാം. ഞാനിപ്പം ലിസണർ പോർട്ട് ഒരു മേ ബി 10,000 ആക്കാം. ലിസണർ പോർട്ട് ടു 10,000. അപ്പം ഐഡിയലി ഇവിടെ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ചേഞ്ച് ചെയ്യണം, എന്നിട്ടൊരു 10,000 ആക്കണം. നമുക്ക് നോക്കാതെ എത്രത്തോളം കറക്റ്റായിട്ട് വരും. ഓക്കെ, അത് ലുക്സ് ഗുഡ്. സോ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. ലെറ്റ്സ് ക്ലോസ് കഴ്സർ. നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. റൈറ്റ്, നമുക്കിപ്പം 10,000 എന്ന പോർട്ടിൽ നമ്മുടെ TCP സെർവർ റണ്ണിങ് ആണ്. ഇനി നമുക്ക്
ആ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് NC വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കണക്ഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. NC എന്തോ? NCയുടെ ഫുൾ ഫോം ഞാൻ മറന്നുപോയി. നെറ്റ്വർക്ക് മേ ബി നമുക്ക് നോക്കാം. Maybe in Linux might be a little more specific. Netcat is basically that. Netcat. Swiss Army knife of networking. Yeah. So NCയിൽ നമുക്ക് ഹോസ്റ്റ് നെയിം കൊടുക്കാം, പോർട്ട് കൊടുക്കാം. പോർട്ട് നമ്മൾ 10,000 ആണ്, ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് ആണ്. 10,000 ആണ്. ഓക്കെ, റൈറ്റ്. കണക്ഷൻ നമുക്ക് കിട്ടി. സോ ബേസിക്കലി നമ്മളിപ്പം ജസ്റ്റ് കോഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ ഈ ഫോർ ലൂപ്പിലെത്തി. ബേസിക്കലി ലിസണറിന്റെ ഒരു കണക്ഷൻ അക്സെപ്റ്റ് ചെയ്തു. ദെൻ ഇപ്പൊ ഹാൻഡിൽ കണക്ഷൻ ബേസിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പം ബേസിക്കലി ഈ കോഡ് ബ്ലോക്കിലാണ്, ഈ ഫോർ ലൂപ്പിലായിരിക്കും അത് വന്ന് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ തിയററ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു മെസ്സേജ് NCന്ന് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മെസ്സേജ് എന്ന് പറഞ്ഞ വേരിയബിളിൽ അത് സേവ് ആയി നമുക്ക് ഒരു എക്കോ റെസ്പോൺസ് കിട്ടണം. സോ ലെറ്റ്സ് വെരിഫൈ ദാറ്റ്. So maybe hello world server received hello. So this basically means server നമുക്ക് റെസ്പോൺസ് തന്നു. വേണമെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡീബഗ് സ്റ്റേറ്റ്മെന്റ് ഇടാം, നമ്മുടെ സെർവറിൽ ഒരു ഡീബഗ് സ്റ്റേറ്റ്മെന്റ് ഇടാം. പക്ഷേ ദിസ് ടെക്നിക്കലി പ്രൂവ്സ് ഇറ്റ്, റൈറ്റ്? ഈ നമ്മുടെ TCP-യിലോട് കൊടുക്കുമ്പോൾ TCP നമുക്ക് ബൈറ്റ്സിലല്ലേ തരുന്നത്? ദാറ്റ്സ് 1s and 0s, റൈറ്റ്? അതെ. അത് നമ്മളിവിടെ ഇത് വേണ്ടോ, നമ്മൾ scanner.txt ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഇതുണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്, മെസ്സേജ് ഈക്വൽ ടു ക്വിറ്റ്. അപ്പോൾ നമ്മൾ ടെക്നിക്കലി ക്വിറ്റ് എന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്വിറ്റ് ആണ്, റൈറ്റ്? സോ നൗ അപ്പം നമ്മളിപ്പം നമ്മുടെ എയിം എന്ന് പറയുന്നത് അപ്പം ബേസിക്കലി നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത് ആ പ്രോട്ടോകോൾ TCP കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ആ റിക്വസ്റ്റിന്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ പ്രീവിയസ് ഡിസ്കസ് ചെയ്ത പോലെ നമ്മുടെ ആ മെത്തേഡ്, URL ആൻഡ് പാത്ത്, പിന്നെ നമ്മുടെ വേർഷൻ, ആ ഒരു ബേസിക്കലി ഫോമാറ്റ് നമ്മൾ പാർസ് ചെയ്ത് നമുക്ക് അതിനെ ഒരു സ്പെസിഫിക്കേഷനിലോട്ട് ആക്കണം. നമുക്ക് മേ ബി നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാം ബേസിക്കലി. പക്ഷെ പ്രോംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മേ ബി നമുക്കൊരു സ്ട്രക്ചർ എഴുതാം, മേ ബി HTTP റിക്വസ്റ്റ് നമുക്ക് ആ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ട് നമുക്കിത് കേഴ്സറിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. സോ ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് 13 to 15. നൗ വാല്യൂസ് നമുക്ക് നോക്കാം. I am trying to create an HTTP request parser for a simple GET request. Can you populate the necessary fields in this struct and also create a parse method which parses the request. Prompt modify specific ആണോ, like we can try with this? Try ചെയ്യാം. നമുക്ക് നോക്കാം. Cursor actually ആ സ്പെസിഫിക്കേഷൻ ഫോളോ നോക്കാം. Method parse looks right. Path version headers body body ഇല്ല, actually get body ഇല്ല, request body ഇല്ല. അപ്പോൾ അത് ഓൾമോസ്റ്റ് കറക്റ്റ് ആയി. initialize റിക്വസ്റ്റ് HTTP റിക്വസ്റ്റ് സ്ട്രക്ചറിൽ ബോഡി ഇല്ല. ബേസിക്കലി ഈ സെർവർ ബോഡി ഇഗ്നോർ ചെയ്യും. ഓൾസോ ഇത് ജസ്റ്റ് പാസ് ചെയ്യുന്ന മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മളിത് നമ്മുടെ ഹാൻഡിൽ കണക്ഷനിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഇനിയും നമുക്കിതിൻ്റെ റെഫറൻസ് കൂടെ കൊടുക്കാം. Can you modify this function to use HTTP parsing
that we implemented earlier to pass messages in this connection. ഇപ്പം ജസ്റ്റ് എക്കോയിങ് മെസ്സേജസ്. Yeah. So നമുക്ക് ചേഞ്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. അവരെനിക്ക് ബാക്കി Yeah. So അത് റിക്വസ്റ്റ് വന്നു. റിക്വസ്റ്റിനെ പാസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പാസ് ഇത് ഈ മെത്തേഡിലോട്ട് പോയി. അതെ. ഫൈൻ. ബേസിക്കലി പ്രീവിയസ് ലോജിക് എല്ലാം റിമൂവ് ചെയ്തു, പാസ് ചെയ്തു, ആൻഡ് ദേ പ്രിന്റഡ് ഔട്ട്. അതെ അതെ അതെ. ബേസിക്കലി ഇപ്പോൾ ഇത് ഒരു ബേസിക്കലി ലൂപ്പിലല്ലാന്ന് തോന്നുന്നു, റൈറ്റ്? ഒരു യെസ്. സോ ഒരു മെസ്സേജ് അത് എടുക്കും, അതിന്റെ കണക്ഷൻ ക്ലോസ് ചെയ്യണമെന്ന് തോന്നുന്നു. ഐ മീൻ ഐഡിയലി അതല്ലേ നമുക്ക് വേണ്ടിയേ. കണക്ഷൻ കാരണം നമ്മള് ക്ലോസ് ചെയ്യണോ? കാരണം ഒരു റിക്വസ്റ്റ് കിട്ടി, ആ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്തു, ബേസിക് കണക്ഷൻ പിന്നെ ക്ലോസ് അല്ലേ ചെയ്യുന്നത്, ലൈക്ക് ഐഡിയൽ HTTP സെർവറിൽ ക്ലോസ് ആണ് ചെയ്യുന്നത്. കാരണം അത് പക്ഷെ പിന്നെ നമ്മൾ എനിക്കൊന്ന് വേറൊരു ഹെഡർ ബേസിക്കലി നമ്മൾ ആ TCP കണക്ഷൻ ആക്ച്വലി ഓപ്പണിൽ വെക്കണം. TCP സോക്കറ്റ് ഓപ്പൺ ആയിരിക്കും, നമ്മൾ പുതിയ കണക്ഷൻസ് ലിസൺ ചെയ്തുകൊണ്ടിരിക്കും. അതെ അതെ. ബട്ട് ഐ തിങ്ക് അത് ഡിപ്പെൻഡ്സ് ഓൺ ഇംപ്ലിമെന്റേഷൻ ആണെന്ന് തോന്നുന്നു. റൈറ്റ് റൈറ്റ്. കാരണം എനിക്ക് തോന്നുന്നു മറ്റേ കീപ്പ് അലൈവ് എന്ന് പറഞ്ഞ ഹെഡറും എനിക്ക് അതൊരു സ്പെഷ്യൽ കേസ് അല്ലേ, ലൈക്ക് നോർമൽ ഗെറ്റ് റിക്വസ്റ്റ് കറക്റ്റ് സസ്റ്റെയിൻ ചെയ്യണമെന്നില്ല, ചിലപ്പം ക്ലോസ് ചെയ്യുമായിരിക്കും. കറക്റ്റ്. സോ നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്തു. ഇനിയും ഐഡിയലി നമ്മളൊരു കേൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റെസ്പോൺസ് കിട്ടണം. നമ്മൾ ആ കോഡ് ഒന്ന് ഒരു വാക്ക് ത്രൂ ഒന്ന് റൺ ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കോഡ് നോക്കാം. ഇത് മുമ്പത്തെ പോലെ ഒരു സ്കാനർ ക്രിയേറ്റ് ചെയ്തു. ദെൻ പാസ് HTTP റിക്വസ്റ്റിൽ നമ്മൾ ആ സ്കാനർ കൊടുക്കുന്നു. ദെൻ സ്കാനർ സ്കാൻ ചെയ്യുന്നു, റിക്വസ്റ്റ് ലൈൻ റീഡ് ചെയ്യുന്നു. ദെൻ നമ്മൾ മുമ്പേ പ്രോംപ്റ്റ് ചെയ്ത പോലെ പാസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ പാസ് ചെയ്യുന്നു. Then എനിക്ക് തോന്നുന്നു ഇവരാ നമ്മൾ ആ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച ആ സെയിം കൈൻഡ് ഓഫ് പാർസിംഗ് ലോജിക് മെത്തേഡ് നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പേസ് കഴിഞ്ഞിട്ടാണ് പാത്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ HTTP വേർഷൻ അവർ ബേസിക്കലി അത് അതുപോലെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. അഗെയിൻ റണ്ണിങ് ഇറ്റ്. നൗ നമ്മളൊരു കേൾ റിക്വസ്റ്റ് കൊടുക്കുക. കേൾഡ് ഡിഫോൾട്ട് മെത്തേഡ് ഗെറ്റ് ആണ്, എന്നാൽ ഞാൻ നമുക്ക് ജസ്റ്റ് സ്പെസിഫൈ ചെയ്യാം ഗെറ്റ് ആണ്. ദെൻ HTTP ലോക്കൽ ഹോസ്റ്റ് നമ്മൾ 10,000 റൺ ചെയ്യുന്നത്. സോ 10,000 റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ വന്നു. റിസീവ്ഡ് ഗെറ്റ് റിക്വസ്റ്റ് ഫോർ ദ റൂട്ട് എൻഡ് പോയിന്റ്. HTTP വേർഷൻ കറക്റ്റ് ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ട്, ഹെഡേഴ്സും കറക്റ്റ് ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. യൂസർ ഏജന്റ് കേർഡും വന്നു അല്ലേ? അതെ അതെ, യൂസർ ഏജന്റ് ഇത് പാസ് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഫണ്ടമെന്റലി നമ്മുടെ റിക്വസ്റ്റ് സ്പെക്ക് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി പാസിംഗ് ആയി. ഇനി നമ്മൾ അതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതെ, ഇപ്പം നമ്മളിപ്പം റിക്വസ്റ്റഡ് റിസോഴ്സ് റെസ്പോൺസ് ആയിട്ട് കൊടുക്കണ്ടേ? റെസ്പോൺസ് കൊടുക്കണം. ഞാൻ പറഞ്ഞു വെച്ചാൽ അപ്പം ഇപ്പോൾ ഒരു ഫ്രെയിം വർക്ക് ലെവലിൽ പോവുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ബേസിക്കലി പാർസ് ചെയ്തു, നമ്മളത് ഗെറ്റ് നമുക്ക് വന്നെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സ്പ്രസ് ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് വേൾഡിൽ എക്സ്പ്രസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ റിക്വസ്റ്റിന് പിന്നെ ഒരു സ്പെക്ക് കാണത്തില്ല. റിക്വസ്റ്റ് റൗട്ടിംഗ് റൗട്ടിംഗ് ആ റിക്വസ്റ്റ് വരുമ്പം ആ ഒബ്ജക്റ്റ് ഇങ്ങനെ ആയിരിക്കും. മെത്തേഡ് ഉണ്ട്, ഇപ്പോൾ ഡോട്ട് മെത്തേഡ് ആക്സസ് ചെയ്താൽ എനിക്ക് ഗെറ്റ് ആണെന്നറിയാം. ഡോട്ട് ബോഡി ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി ബോഡി കിട്ടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇപ്പൊ ഗെറ്റ് പോസ്റ്റ് ഒക്കെ ഈ ലെവലല്ലേ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? HTTP-ലോ? അതെ, അതും ബേസിക്കലി അത് ഫ്രെയിം വർക്കിന്റെ ഒരു ഇച്ചിലൂടെ കമ്പൈൻ ആ ഫ്രെയിം വർക്ക് ബേസിക്കലി ആ HTTP മോഡ്യൂൾ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തേക്കുന്നത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നോഡിന്റെ എനിക്കൊന്ന് ബൈ ഡിഫോൾട്ട് ബേസിക്കലി ഇങ്ങനെ ഒരു സ്പെക്ക് അനുസരിച്ച് എനിക്ക് ഇങ്ങനെ ഒബ്ജക്റ്റിലെ ലാസ്റ്റിൽ എനിക്ക് ഫോം ചെയ്ത് കിട്ടും. അപ്പം എനിക്ക് ആ ഒബ്ജക്റ്റിനകത്ത് മെത്തേഡ് ബോഡി ഇതെല്ലാം നമുക്ക് കിട്ടാൻ ഇതുണ്ട്. നമുക്ക് അങ്ങനെയും നമുക്ക് ആക്കി നമുക്ക് അതിനെ ഫോർമാറ്റ് ചെയ്ത് വെക്കാം.
അപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പം ജസ്റ്റ് പാർസ് ദ ടെക്സ്റ്റ് നമ്മൾ പാർസ് ചെയ്തിട്ട് ബേസിക്കലി നമ്മൾ പാർസിങ് മാത്രമേ അതെ അതെ അതെ. പിന്നെ ഇതിന് ബേസിക്കലി ഫണ്ടമെന്റലി ഇതാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് മണ്ടയിൽ യുനോ എക്സ്പ്രസ് ചെയ്യുന്ന പോലെയും കാര്യങ്ങൾ ചെയ്യുന്ന പോലെയൊക്കെ ബിൽഡ് ചെയ്ത് വരാം. കറക്റ്റ്. അപ്പം നമുക്ക് മറ്റേ ആ റെസ്പോൺസ് സ്പെക്കും കൂടെ ഫോളോ ചെയ്തല്ലോ, മറ്റേ HTTP വേർഷൻ. ഇപ്പോൾ റെസ്പോൺസും കൂടെ കൊടുക്കുന്ന ഫോർമാറ്റ് വിത്ത് സ്റ്റേറ്റസ് കോഡ്, ആ ഒരു സാധനം. അതെ അതെ. അപ്പം നമുക്ക് ഇച്ചിലൂടെ ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ റിക്വസ്റ്റും പാർസ് ചെയ്തു, റിക്വസ്റ്റിന്റെ സ്പെക്കും സാറ്റിസ്ഫൈ ചെയ്തു. അതെ. പിന്നെ നമ്മൾ റെസ്പോൺസ് കൊടുക്കാൻ നേരത്ത് വിത്ത് സ്റ്റേറ്റസ് കോഡായിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തോ പ്ലാൻ തന്നെ നമ്മൾ റെസ്പോൺസ് എന്ത് കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ബേസിക്കലി HTTP വേർഷനും പിന്നെ നമ്മുടെ സ്റ്റേറ്റസ് കോഡും. അപ്പം ബൈ ഡിഫോൾട്ട് മറ്റേ വിതൗട്ട് ബോഡി. ഫൈൻ. ഓക്കെ, നമുക്കപ്പം നമ്മൾ HTTP റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. നമ്മൾ അതുപോലെ തന്നെ HTTP റെസ്പോൺസ് എന്ന സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഇത് നമുക്ക് ജസ്റ്റ് കേഴ്സറിനോട് പറയാം, can you implement the HTTP response spec, or can you implement response according to HTTP 1.1 spec and use this struct for the HTTP മറ്റേ ഹാൻഡിൽ കണക്ഷൻ റെസ്പോൺസ്. കണക്ഷൻ റെസ്പോൺസ് as the connection response. ഇപ്പം എനിക്ക് തോന്നുന്നു കർസറിനകത്ത് നമുക്കിപ്പം സോ ദാറ്റ്സ് വാട്ട് ലൈക്ക് ബേസിക്കലി ഐഡിയോളജി നമുക്ക് ആ ഐഡിയ ആൻഡ് ഡിസൈൻ അറിയാമെങ്കിൽ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് വി കൻ ഗെറ്റ് ഇറ്റ് പോസിബിളി ഡൺ. Score status in version, headers and body. യെസ് ദാറ്റ്സ് ദ കറക്റ്റ് സ്പെക്. Yeah. അപ്പം ഇത് കാണിച്ച് മേലോട്ട് വയ്ക്കാം. ഓക്കെ, അപ്പം ഈ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു, സ്റ്റേറ്റസ് കോഡ് ഉണ്ട്, status text, version, headers and body. യെസ്. ഓക്കെ, Then it also created കുറച്ച് helper methods. ഓക്കെ ന്യൂ ഓക്കെ അതെന്താ പിന്നെ ഏതാ HTTP റെസ്പോൺസ്. ഓക്കെ status code, status text, version, headers and body. ഓക്കെ 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 പിന്നെ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലേ സ്റ്റാറ്റസ് കോഡ്. സ്റ്റേറ്റസ് കോഡ്സ്. എനിക്കൊന്ന് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത റൈറ്റ്. ഓ എനിക്ക് തോന്നുന്നു ഇത് അഡീഷണലി ബാക്കിയുള്ള കുറച്ച് ഹെൽപ്പ് ഫങ്ഷൻസും കൂടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ, കുറച്ച് ഹെഡേഴ്സ് ഡിഫൈൻ ചെയ്യാനുള്ള. ഓക്കെ, പിന്നെ അത് നമ്മുടെ Handle connection, ഹാൻഡിൽ കണക്ഷനിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ന്യൂ ഓക്കെ ഈ ഫങ്ഷനിലോട്ട് ഓക്കെ ബേസിക്കലി റെസ്പോൺസ് നമ്മൾ ഇത് കൊടുക്കും, അതിന് ആ ഫങ്ഷനകത്ത് 2 നമ്മൾ പറയുന്നത് അത് സക്സസ് ആയെന്ന് കൊടുക്കും. ഓക്കെ, കറക്റ്റ്. got it. Again, test it out. Yeah. നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്യാം. ദെൻ ഡു എ കോൾ. ഇതിൽ നമുക്ക് സ്റ്റേറ്റസ് കോഡ് വന്നിട്ടില്ല, നമുക്ക് ഓബോസ് ഇട്ട് നോക്കാം. ഇല്ല, അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കണക്ഷൻ ക്ലോസ് ആയ അല്ല, നമ്മൾ ഫ്ലാഗ് തെറ്റിച്ച കൊടുത്തത്. ബിക്കോസ് എക്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഗെറ്റ് കഴിഞ്ഞിട്ട് വേണം. ഓക്കെ ഓക്കെ റൈറ്റ്. യാ ഓക്കെ resolved 200. Okay. got it. Text plain, content length 23. Host also I think local host 10,000. Yes, local was resolved. Okay. Yeah. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് end-to-end, നമ്മുടെ സ്പെക്ക് നമ്മൾ പറഞ്ഞ റിക്വസ്റ്റ് സ്പെക്കും റെസ്പോൺസ് spec സ്പെക്കും ഉം കാണിച്ചു. ലൈക്ക് ഐഡിയലി ദിസ് ഇസ് ഈ ഒരു Under the hood, this is what happens. നമ്മളിപ്പോൾ ആ സെർവർ നമുക്ക് എന്നിട്ട് ഈ സെർവറിനെ നമുക്ക് നമ്മളുണ്ടാക്കിയ HTTP സെർവറിൽ നമുക്ക് ഇനിയും നമുക്ക് എൻഹാൻസ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇപ്പം get മാത്രമേ ചെയ്തുള്ളൂ. Post everything else can be implemented. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങളൊരു ചാലഞ്ചായിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഞങ്ങളോട് പറയാം എന്താണ് അതിന്റെ ഇംപ്ലിമെന്റേഷനിൽ എന്തെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാം. ഓൾവേസ് ഓപ്പൺ ഫോർ റിവ്യൂയിങ്. എനിക്ക് തോന്നുന്നു ലൈക്ക് എല്ലാ പ്രോബ്ലം എനിക്ക് തോന്നുന്നു നമ്മൾ കാണുന്ന എല്ലാ പ്രോബ്ലം ഇപ്പം ചില കോൺസെപ്റ്റ്സ് വെരി ഹാർഡ് ആണെന്ന് തോന്നുവാണെങ്കിലും ഇഫ് യു റീഡ് ആൻഡ് ബേസിക്കലി ഇഫ് യു ചെക്ക് ഇറ്റ് ഔട്ട്, നമ്മളതിനെ ഒരു സ്മോളർ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രിറ്റി മച്ച് ലിറ്റിൽ മോർ ഈസിയർ. പിന്നെ നമ്മൾ കർസർ യൂസ് ചെയ്തിട്ടാണെങ്കിലും കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. കോൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് ജനറേഷൻ ഐ തിങ്ക്
we can ideally rely on move to cursor. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്ത ആ പ്രോസസ്സും അത് വേറൊരു ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർസർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെ ഗോ ത്രൂ ചെയ്ത് അതൊന്ന് വായിച്ച് നമ്മൾ നമ്മുടെ ഹ്യൂമൻ വേയിൽ നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തു. യെസ്, ബേസിക്കലി ആ ഒരു പ്രോസസ്സും കൂടെ നിങ്ങൾ വൈപ്പ് കോഡ് ചെയ്യുവാണെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം ആണെന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ബേസിക്കലി നമുക്ക് അറിയാം വാട്ട് ദി AI ഹാസ് ഡൺ ഇൻ ദിസ് കോഡ് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ HTTP സെർവർ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ഡിസൈൻ ചെയ്യും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തല്ലേ. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞത് ചിലപ്പോൾ എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മളൊരു ചാലഞ്ച് പോലെ നമ്മളൊരു ജസ്റ്റ് ഒരു അതെ ഓൾസോ നമ്മളും HTTP സ്പെക്ക് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ RFCയിലാണ് ഇരിക്കുന്നത്. നമ്മൾ അത് ലിങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ അത് മൊത്തം വായിച്ച് അതിനകത്ത് എല്ലാ സാധനങ്ങളും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വേണം. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക്കലി ഇംപ്ലിമെന്റ് ചെയ്ത് കാണണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ബാക്കിയുള്ള നമ്മുടെ ഈ കോഡെല്ലാം നമ്മൾ ഗിറ്റബിനകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ദാറ്റ്സ് ഇറ്റ്, റൈറ്റ്? സോ see you in the next episode. Thank you so much. Bye bye. Bye bye.